സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷന്റെയും വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25-ന് നടക്കാൻ പോകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായി തന്നെ പരിശോധിക്കണം. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് എടുത്ത് 10 വർഷം കഴിയുമ്പോൾ ആധാർ കാർഡ് പുതുക്കേണ്ടതുണ്ട്. അതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആധാർ പുതുക്കാതെ ഇരുന്നാൽ ബയോമെട്രിക്സ് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ചില സാഹചര്യത്തിൽ ബയോമെട്രിക്സ് പരാജയപ്പെട്ടേക്കാം. ആ സമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പെൻഷൻ തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വിവിധ കാരണങ്ങളാൽ പെൻഷൻ മുടങ്ങിയവർ ഈ വർഷം തന്നെ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടാകാം. അവരും ഈ മസ്റ്ററിംഗ് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം. അതിനാൽ സമയമനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഫീൽഡ് തല മസ്റ്ററിംഗ് നടക്കുമ്പോൾ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് നടത്തിത്തരും. 2025-26 സാമ്പത്തിക വർഷത്തിലെ മസ്റ്ററിംഗ് ആണിത്. അതിനാൽ എല്ലാവരും തന്നെ ഇത് കൃത്യമായി ചെയ്യണം. കഴിഞ്ഞ മാസം 3200 രൂപ ലഭിച്ച എല്ലാ ഉപഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ചില സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ട വ്യക്തി വേറെ ജില്ലകളിലാണെങ്കിൽ അവിടെയുള്ള അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്താൽ തടസ്സമില്ലാതെ തന്നെ പെൻഷൻ ലഭിക്കുന്നതുമായിരിക്കും. മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഒരു പ്രിന്റ് കിട്ടുന്നതായിരിക്കും. ആ പ്രിന്റ് സൂക്ഷിച്ചു വെക്കേണ്ടത് തന്നെയാണ്. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ ഒരു ഫീസ് ഈടാക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 30 രൂപയായിരുന്നു ഫീസ്. എന്നാൽ ഈ പ്രാവശ്യത്തെ ഫീസുമായി സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. മസ്റ്ററിംഗ് സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ പരിഹരിക്കേണ്ടതാണ്. ആധാർ കാർഡും കൃത്യമായി തന്നെ പുതുക്കുകയും ചെയ്യണം. സർക്കാരിന്റെ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ആധാർ കാർഡ് മുഖേന ആയതിനാൽ ആധാർ കാർഡ് കൃത്യസമയത്ത് പുതുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. വിദ്യാർത്ഥികളും ഇവ കൃത്യമായി ചെയ്യണം. സ്കൂളുകളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ആധാർ കാർഡ് പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അതിനാൽ ഈ കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ കൃത്യമായി ചെയ്യേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സമയമുള്ളതനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും കൃത്യമായി തന്നെ പരിഹരിക്കേണ്ടതുമാണ്.